get your attention. Can I come close? I don't know how to play this. Our hands touch once or twice, feeling kind of hypnotized. I'm looking at you and I feel the tension. You know, this could be like heaven. I'm right here, doing my best to make you feel like I do. And just for a second, you're looking at me, making me feel like maybe you want this too. Give me your attention. I'm trying to breathe, but air feels just like water. You're making me weak now. Papa, can I give you a kiss? You got. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ ഇതേ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. വെക്കേഷൻ ഡേയ്സ് ആണ്. നല്ലോണം കിടന്നുറങ്ങി പതുക്കെയൊക്കെയാണ് എണീക്കാറുള്ളത്. റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന കുറേ ഡേയ്സ്. അപ്പോൾ നല്ലൊരു ചായ കുടിച്ചിട്ട് പതിവ് പോലെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ആര്യൻകുട്ടിന് സ്കൂളിലാത്തതുകൊണ്ട് കുക്കിങ്ങിന്റെ തിരക്കും ബഹളമൊന്നും ഇല്ല രാവിലെ. നല്ലൊരു സ്ലോ ആൻഡ് റിലാക്സ്ഡ് മോർണിംഗ്. പക്ഷെ താങ്കളുടെ വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു പറയൂ ഹരികുട്ട. അടിപൊളിയാണോ? ആ, പിന്നെ അറിയാലോ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ നായികയുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. സാരി സെല്ലിംഗ് ഒക്കെ നന്നായി പോകുന്നു. നമ്മുടെ വിഷു സീരീസിലെ ആ ഒരു പിങ്ക് ആൻഡ് ഗോൾഡ് സാരി മക്കളെ, അതൊരുമാതിരി എന്താ പറയാ, അത് വൈറലായി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്രയ്ക്ക് എൻക്വയറീസും കാര്യങ്ങളാണ് എവറിയുടെ ബേസിൽ. വിഷു കഴിഞ്ഞിട്ടും അതേ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ബ്രാൻഡ് ആയിട്ട് പോലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച നിങ്ങളോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ സമ്മർ ലോഞ്ച് ഉടനെ വരുന്നുണ്ട്. I'm looking at you. I'm trying to get your attention. Can I come close? അയ്യോ, ചായപ്പൊടി ആര്യൻകുട്ടൻ ഇടാന്ന് പറഞ്ഞതായിരുന്നു അല്ലേ? ആര്യൻകുട്ടൻ ചായ ഉണ്ടാക്കോ? ആര്യൻകുട്ടൻ എന്താ കുക്ക് ചെയ്യാ പറ. തീയോ? തീ ആവാണ്ട് കെയർഫുൾ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കുഞ്ഞതാണ്. നമുക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ അന്നത്തെ പോലെ? ഗുഡ്, ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ആര്യൻകുട്ടന്റെ ഫേവറേറ്റ് ഡിന്നർ റെസിപ്പി മിൽക്ക് നൂഡിൽസ് നമ്മൾ ഉടനെ തന്നെ ഇടാം. സോ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ അമ്മയുണ്ട് കുക്കുവിന്റെ. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിക്കാറുണ്ട് ഇവിടെ. നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം, മലബാറിന്റെ സ്വന്തം നെയ്പത്തലും ചിക്കൻ കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൂം ബുക്ക് ചെയ്യാം. ഹോളിഡേയിൽ പോയി കഴിഞ്ഞാൽ അപ്പോടെ റൂം ബുക്ക് ചെയ്യണം. സ്കൂളിൽ പോണ്ടേ? അമ്മോ, അപ്പനെ മാറ്റോ? പൂച്ചയാണോ? അമ്മോ, അപ്പൊ ഞാൻ ടൈഗറാ. ടൈഗറാണോ? അപ്പൊ ഞാൻ ആനയാ. എന്റെ ചുരുട്ടി പിടിച്ചിങ്ങനെ എറിയും. Give me your attention. Give me your attention. ഹലോ, അപ്പൊ ഞാനങ്ങനെ ഫ്രഷ് ആയി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ സ്കിൻ കെയർ ടൈമാണ്. സ്കിൻ കെയർ ചെയ്താലോ? കുറച്ച് നാളായിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് കാണുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. അപ്പോൾ ഇതിനിപ്പോൾ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആക്നെ സ്കാർസ് ഉണ്ടാവുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സൺ എക്സ്പോഷർ ആയിരിക്കാം. ആൻഡ് ഈ ഡാർക്ക് സ്പോട്ട്സിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, സോ ദാറ്റ് നമ്മളുടെ ആ ഒരു നാച്ചുറൽ ഗ്ലോ പുറത്തേക്ക് വരും, നമ്മളുടെ സ്കിൻ ടോൺ ഈവൻ ആവും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ആണ്. വിത്ത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, 2% നയാസിനമൈഡ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയാം.
ടു റിമൂവ് ഡാർക്ക് സ്പോട്ട്സ് വിത്ത് ഹിമാലയാസ് വെർസ ടർമറിക്. ഇതിന്റെ ആ ലൈറ്റ് വെയിറ്റ് ഫോമുല ഉണ്ടല്ലോ നമ്മളുടെ സ്കിന്നിൽ വളരെ പെട്ടെന്ന് അബ്സോർബ് ആവും ടു ക്ലിയർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഗിവ് സ്പോട്ട്ലെസ് ഗ്ലോ. ഇത് വളരെ വിസിബിൾ ആയിട്ട് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബെസ്റ്റ് തിങ് എന്താണെന്ന് അറിയോ, ഈ ഒരു സിറം ഉണ്ടാക്കിയിരിക്കുന്നത് സ്വരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് റീറ്റെയിൻസ് ടർമറിക് ആക്റ്റീവ്സ് ഇൻ ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സിറം ഒരു 2-3 ഡ്രോപ്സ് എടുക്കുക, എന്നിട്ട് നെക്കിലും ഫേസിലും ട്വൈസ് എ ഡേ അപ്ലൈ ചെയ്യുക. മസാജ് ഇൻ അപ്വാർഡ് സർക്കുലർ മോഷൻ ജെന്റ്ലി ടിൽ ദ സിറം ഗെറ്റ്സ് അബ്സോർബ്ഡ്. എന്നിട്ട് ഒരു സൺസ്ക്രീൻ അതിന്റെ കൂടെ ഇടാം. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതുപോലെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും കിട്ടും. നിങ്ങൾ ഇന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കിട്ടും. ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് പെട്ടെന്ന് നെയ്പ്പത്തല ഉച്ചയിലേക്കുള്ള നെയ്പ്പത്തലയും ചിക്കനും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. അമ്മ ഓൾ സെറ്റ്. നെയ്പ്പത്തല പരത്താൻ പോകുന്നു. എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ആക്കി. പിന്നെ അമ്മേന്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് എന്റെ മക്കളെ, പൊളിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് നമ്മൾ തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ കുക്കിംഗ് എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു വീഡിയോ വരുമ്പോൾ അതിൽ എന്തായാലും മിനിമം ഒരു 5-10 പേരെങ്കിലും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ചോദിക്കും. അപ്പൊ വീണ്ടും ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ ഡീറ്റെയിൽ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഇതിലിടുന്നില്ല, അടുത്ത വ്ളോഗില് കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ റെസിപ്പി, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം കണ്ടു കൊതിച്ചോ. ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ അപ്പത്തേക്ക് പട്ടുസാരി കിട്ടുന്ന അതൊന്നല്ല, വെറുതെ അമ്മയ്ക്ക് ഇപ്പൊ കോപന് ചിട്ടിട്ടും അതൊന്നല്ല. പിന്നെ അമ്മ ഒരു നൈറ്റി ഒക്കെ ഇട്ടിട്ട് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒരു സാരി കൊടുത്തു തരാൻ. കാരണം കുറച്ചു നാൾ കഴിഞ്ഞാൽ അമ്മ പറയും എന്നെ മാത്രം കാണാൻ ഇങ്ങനെ നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടെന്ന് പറയും. പിന്നെ വെറുതെ പരാതി ഒഴിവാക്കാലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി. ഇവിടെ കണ്ടോ ഒരാളുടെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫുൾ എന്താ പറയാ ഒന്നല്ല. അപ്പോ ഷേവ് ചെയ്യാൻ ഓടുന്നു. എന്തൊക്കെയാണ് ഞങ്ങളുടെ ഡയറ്റ് കട്ടായിട്ട് വീക്സ് ആയി ഗൈസ്. വീക്സോ? ഡയറ്റും ഇല്ല, വർക്ക്ഔട്ടും ഇല്ല, റുട്ടീനും ഇല്ല. Just for a second, you're looking at me, making me feel like maybe you want this too. Give me your attention. ദൈവമേ, അത്ര കണ്ണാണോ? എന്റെ ദൈവമേ, ഞാനൊന്നും ഉണ്ടാക്കൂല. അത് ഇതൊന്നും മുതലാവില്ല ഗൈസ്. എവരിഡേ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചൂട് നെയ്പ്പത്തൽ. ആദ്യത്തെ നെയ്പ്പത്തല് ഇതാണ് ഇതിന്റെ ഒരു പാകം. ഇതിങ്ങനെ പൊള്ളി ഇങ്ങനെ വരും. അമ്മ മീൻവെയിൽ ബാക്കിയും കൂടെ ഉണ്ടാക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട നെയ്പ്പത്തല നമ്മൾ ഉണ്ടാക്കട്ടെ. ആക്ച്വലി പല പേരുണ്ട് കേട്ടോ. ചില നാട്ടില് നെയ് പത്തല് എന്ന് പറയും, ചില നാട്ടിൽ നെയ് പത്തല എന്ന് പറയും. നമ്മൾ എന്താ പറയാ? നെയ്പ്പത്തലയോ? നമ്മള് നെയ്പ്പത്തല എന്നാണ് പറയാ. തല പത്തല് ആണെന്ന് തോന്നുന്നു ആക്ച്വലി കറക്റ്റ് വേർഡ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കുറച്ചെണ്ണം ഉണ്ടാക്കട്ടെ. എല്ലാവർക്കും ലഞ്ചിനുള്ളത് വേണം. പിന്നെ നമ്മുടെ ആ ഒരു യമ്മി ചിക്കൻ കറിയും വരുന്നുണ്ട്. ഐ കാന്റ് വെയിറ്റ്. കറി ആക്കിയിട്ടില്ല, കറിയും കൂടി ആക്കിയിട്ട് വേണം. ഓക്കെ, നമുക്ക് തിന്നു തുടങ്ങിയാലോ? കറി ആയിട്ടില്ലല്ലേ? അമ്മ ഇതെന്ന് അറിഞ്ഞാലോ, ഇത് കൊറേ ഉണ്ടല്ലോ. ട്രൈ ചെയ്യട്ടെ ചൂടോടെ. എന്റെ മകന് കൊടുക്കുന്നുണ്ടേ. കുഞ്ഞുമാനോ വേണ്ടേ? ഇങ്ങനെ കഴിക്കണം, നിങ്ങൾ ചൂടോടെ. കറി കൂടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചായിരുന്നു. എത്രാമത്തെ അപ്പ? ഡയറ്റ് ആണ് അത്ര ഡയറ്റ്. ഇന്നത്തെ കഴിക്കാനോട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും മര്യാദ കഴിച്ചില്ല, അറിയോ? ഷേക്ക് അടിച്ചില്ല. ഇനിയും ഉണ്ടാക്കാൻ വയ്യാന്ന്. എന്താ മുത്തേ? ആരാ ഉണ്ടാക്കുക? ഇനി അപ്പേ പിന്നെ ചെയ്യല്ലേ. അമ്മമ്മക്ക് ഇനിയും ഉണ്ടാക്കാൻ വയ്യ കേട്ടോ.
ചേച്ചി നീ കണ്ട ചേച്ചി അമ്മ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് നെയ്പ്പത്തലും ചിക്കൻ ഉണ്ടാക്കി തരുന്നത്. ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാ ഇങ്ങോട്ട് വന്നത്. ഓഹോ, Twice, we should let them intertwine. I'm looking at you and I feel the tension. You know, this could be like heaven. I am right here, doing my best to make you feel like I do. And just for a second, you're looking at me, making me feel like, baby, I want this too. Give me your attention. കാവിൽ ഉമ്മ വയ്ക്കില്ലേ അപ്പേ? കാവിൽ ഉമ്മ വയ്ക്കില്ലേ? കടിക്കട്ടെ, ഒരു കടി അല്ല, ഞാൻ കടിച്ചോണ്ടിരിക്കും. കടി ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി Looking മണം. at you, കാച്ചി ചിക്കൻ കറിയും നമ്മുടെ നെയ്പ്പത്തലും റെഡി ആയിട്ടുണ്ട്. കഴിക്കേ വേണ്ടുള്ളൂ. I don't know how to play this. You know, this I am right here, doing my best to make you feel like I do. സോ നമ്മൾ കാത്തിരുന്ന് ഇച്ചിരി വൈകി പോയി ഷൂട്ടൊക്കെ ആയിട്ട് For a second, വേഗം കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് എണീറ്റിട്ട് ഡിന്നറിന് പോവാം. give me your attention. അടിപൊളിയാണ് നമ്മൾ ഒരു രക്ഷയില്ല ടേസ്റ്റ്. എന്തായാലും ഫുഡ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നാടൻ നെയ്പ്പത്തലും ചിക്കൻ കറിയും അടിപൊളിയായി. ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ബിലോ, നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചിരിക്കും. സോ ഈ ഒരു ഡേ നമ്മൾ ഉച്ച വരെ കുക്കിങ്ങിന് സ്പെൻഡ് ചെയ്തു. എല്ലാവരും ടയേർഡായി, കാരണം നെയ്പ്പത്തലും ചിക്കനൊക്കെ ഉണ്ടാക്കൽ കുറച്ച് ഹെക്ടിക് പരിപാടിയാണ് ആക്ച്വലി. നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിന്നില്ലെങ്കിൽ നമ്മള് ഒന്ന് കുളിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ സംഭവം സെറ്റ് ആക്കി വരുന്നു കേട്ടോ. അതെ, ഷൂട്ട് ചെയ്യാൻ നിന്നപ്പം അങ്ങനെ ഇടരുത് ഇങ്ങനെ ഇടരുത് തട്ടി പൊക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് പ്രാന്തായി. അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ച് ആര്യൻകുട്ടിന് ലഞ്ച് കൂടെ കൊടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വീട് മൊത്തം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് എല്ലാരും കൂടി ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങളുടെ വക കോംപ്ലിമെന്ററി ഗിഫ്റ്റ് അമ്മയ്ക്ക് വൈകുന്നേരം ഡിന്നർ. ഇപ്പൊ നല്ലൊരു ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ചേരം നമ്മളൊന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒക്കെ ഫൈനൽ ചെയ്യാനുണ്ട് നായിക്കയുടെ. ഇപ്പൊ ഇങ്ങനെ 24 മണിക്കൂറും എനിക്ക് ചിന്ത ഇതാണ്, ഇനി നമ്മൾ അടുത്തത് എന്താ എടുക്കുക, ഇങ്ങനത്തെ സാരീസ് ആയിരിക്കും ഇഷ്ടാവുക. എനിക്കാണെങ്കിൽ എപ്പോഴും ട്രഡീഷണൽ സാരീസിനോട് കുറച്ച് ഇഷ്ടക്കൂടുതലുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ചെട്ടിനാട് കോട്ടൺ സാരീസ് കൂടെ നായികയില് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ കുറെ വെൻഡേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കോളിലൊക്കെ ഇരിക്കുകയാണ്, സംസാരിക്കുകയാണ്. അറിയില്ല, എപ്പോഴും ആ ഒരു ട്രഡീഷണൽ ലുക്കിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും നായികയുടെ പേജൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പുതിയ ലോഞ്ച് ഒരു നിയോൺ ഗ്രീൻ സാരി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഉറങ്ങി. അപ്പോ ഗുഡ് നൈറ്റ്. 애써 웃음 짓고 있지만 다 알아 이라도 너는 듯해 문득 모든 게 서럽게 느껴진다면 ഹലോ, ഗുഡ് ഈവനിങ്. Hello. ഗുഡ് ഈവനിങ് ആര്യൻകുട്ടാ. ഇതാടാ, ദിസ് ഈസ് യു സുന്ദരക്കുട്ടനായിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ പുറത്തിറങ്ങി. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഡിന്നർ ബുഫേ എടുക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കാം, കുഞ്ഞിനും കംഫർട്ടബിളായിട്ട് കഴിക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു പ്ലേസ് ആണ്. മാത്രമല്ല ഇന്നത്തെ ഡേ മൊത്തം നമ്മളെല്ലാവരും വീടിനകത്തായിരുന്നു, ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈവനിങ് മസ്റ്റായിട്ടൊന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. പ്രത്യേകിച്ച് ആര്യൻകുട്ടിന് നല്ലോണം ബോറടിച്ചിട്ടുണ്ടായിരുന്നു.
ഡേ ടൈം മൊത്തം നമ്മുടെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴേ ഈവനിങ് കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് നേരം ഹാപ്പി ആയിട്ട് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അധികവും ഈവനിങ് എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തിട്ട് മോർണിംഗ് കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ഡ്രൈവിന് പോവോ അല്ലെങ്കിൽ ഒരു ഡിന്നറിന് പോവോ ഒക്കെ ചെയ്യും. അവന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഡേ ടൈം മൊത്തം നമ്മളിങ്ങനെ വർക്ക് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് ബിസി ആയിട്ടിരുന്നിട്ട് ഈവനിങ് എക്സോസ്റ്റഡ് ആകുമ്പോൾ പെട്ടെന്നൊന്ന് റെഡിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നൈസായിട്ടൊന്ന് ഒരുങ്ങി തൊട്ടടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളും ഒന്ന് റിഫ്രഷ്ഡ് ആവും. നമുക്ക് ഒരുമിച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. നല്ല ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനി പോയി കിടന്നുറങ്ങാന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ബ്രദറിൻ്റെ കോള് വരുന്നത്. അവനും ഫാമിലിയും കൂടെ ഇൻഫോ പാർക്കിൽ കാറ്റുള്ള വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം അവനവിടെ വർക്ക് ചെയ്യാണ്. സോ പോരുന്നോ അങ്ങോട്ടും ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്, കുറച്ച് നേരം അവിടെ പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാതിരാത്രി കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇൻഫോ പാർക്ക് വരെ വന്നല്ലേ. യെസ്, ഇവിടെ ഒരു കലാപ്രതിഭ നിൽപ്പുണ്ട്. എന്തൊക്കെയാണ് നിന്റെ ഐറ്റം? കുച്ചിപ്പൊടി. നമ്മളിങ്ങനെ ഇതാ ഈ ഒരു ആംബിയൻസില് പ്രോ നടക്കുമ്പോ എനിക്ക് പേടിയാ, ഞാൻ പോവില്ല. എങ്ങനെ പിടിച്ച് പണിയെടുപ്പിക്കാൻ നോക്കിയാലോ. എന്നാലും നൈറ്റ് ടൈമിൽ ഇവിടുത്തെ വൈബ് ശരിക്കും നല്ല രസമുണ്ടേ. നമ്മളിപ്പോ കൊറേ ആയിട്ട് രാത്രി ചുമ്മാ വണ്ടി എടുത്തിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. പിള്ളേര് ഇവിടെ നിന്ന് കളിക്കും. ഹലോ, ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഉണ്ടോന്ന് നിങ്ങൾ പറയട്ടോ. ഇത് അമ്മ, ഇത് ഇളയമ്മ, ഇത് സുമതിക്കുട്ടിയമ്മ. അതെ, അപ്പൊ 3 പേരും ടീച്ചർമാരാണ്. അതാണ് കോമൺ കാര്യം. 2 റിട്ടയർഡായി, ഒരാൾ ഇപ്പൊ റിട്ടയർ ആവാൻ പോകുന്നു. നാട്ടിൽ നിന്ന് വന്ന് ഇൻഫോ പാർക്ക് നോക്കിയിരിക്കുന്ന 3 പേർ. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുടുംബമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇന്നത്തെ നൈറ്റ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.